അടുത്തതായിട്ട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ വാരിയൻസ് ആണ് പറയുന്നത്. സാമ്പിൾ വാരിയൻസ് S² ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം ലെറ്റ് x1, x2, etc. xn be a random sample drawn from a normal population n mu sigma. Let x bar be the sample mean and S² be its variance. We can consider the random observations as independent and normally distributed random variables with mean mu and variance sigma square. That is, xi follows n mu sigma for all I is equal to 1 to etc. n. Then summation I is equal to 1 to n xi minus mu by sigma whole square follows chi-square distribution with n degrees of freedom. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. And x bar follows normal distribution with mean mu and standard deviation sigma by root n. Therefore, x bar minus mu by sigma by root n whole square follows സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണ്, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുക. ഇവിടെ സമ്മൊന്നുമില്ല, അപ്പോൾ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഒറ്റ റാൻഡം വേരിയബിളിൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഫോളോ ചെയ്യുക. നൗ കൺസിഡർ summation I is equal to 1 to n xi minus mu whole square which is equal to, നമുക്ക് ഇതിലൊരു എക്സ് ബാർ മൈനസ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യാം. സമ്മേഷൻ I is equal to 1 to n xi minus x bar plus x bar minus mu whole square. ഇനി ഇതിനെ രണ്ടിനെയും എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം, എക്സ്പാൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ I is equal to 1 to n xi മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ വരും ഫസ്റ്റ്. അപ്പോൾ xi മൈനസ് എക്സ് ബാർ സ്ക്വയർ പ്ലസ് 2 ടൈംസ് സമ്മേഷൻ I is equal to 1 to n xi മൈനസ് എക്സ് ബാർ into x bar minus mu plus summation I is equal to 1 to n x bar minus mu whole square, last term in the square, which is equal to, നമുക്കറിയാം നമ്മുടെ സാമ്പിൾ വേരിയൻസ് എന്ന് പറയുന്നത് S² is equal to 1 by n summation I is equal to 1 to n xi minus x bar whole square ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിന് എന്ത് കൊടുക്കാം, n ഇൻറ്റു എസ് സ്ക്വയർ എന്ന് കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു n എസ് സ്ക്വയർ പ്ലസ്, ഇനി ഇവിടെ എക്സ് ബാർ മൈനസ് മ്യൂ, എക്സ് ബാർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, മ്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 2 ടൈംസ് എക്സ് ബാർ മൈനസ് മ്യൂ. ഇനി നിങ്ങൾക്ക് ഇതറിയാം സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ. സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ എന്തായിരിക്കും, സമ്മേഷനുള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ xi മൈനസ് സമ്മേഷൻ എക്സ് ബാർ എന്ന് കിട്ടും. സമ്മേഷൻ xi എന്ന് പറയുന്നത് എൻ എക്സ് ബാർ ആണ്, സമ്മേഷൻ എക്സ് ബാർ എന്ന് പറയുന്നതും എൻ എക്സ് ബാർ ആണ്. അപ്പോൾ എൻ എക്സ് ബാർ മൈനസ് എൻ എക്സ് ബാർ 0 വരും പ്ലസ് സമ്മേഷൻ, ഇത് നോക്കാം എക്സ് ബാർ മൈനസ് മ്യൂ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, എൻ എക്സ് ബാർ മൈനസ് മ്യൂ സ്ക്വയർ കിട്ടും. എൻ ടൈംസ് സമ്മേഷൻ എൻ പ്രാവശ്യം ഒരു കോൺസ്റ്റൻറ്റിനെ സമ്മ് ചെയ്തതാണത്. വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടി, എൻ എസ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. ഇനി ഡിവൈഡ് ഈച്ച് ടേം by sigma square, then we get, നമുക്ക് എന്താ കിട്ടുക, എല്ലാ ഭാഗത്തും സിഗ്മ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ, സിഗ്മ സ്ക്വയർ ആണ്, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം സിഗ്മ ഹോൾ സ്ക്വയർ എന്നിടാം. വിച്ച് ഇസ് ഈക്വൽ ടു എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ പ്ലസ്
ഇവിടെ നോക്കുക, എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു എൻ ആണ്. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1/n എഴുതാം, അല്ലെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ 1/√n ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ സിഗ്മ സ്ക്വയറും കൂടി വരുമ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ √n ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഈ n ആണ് താഴത്തേക്ക് പോയിക്കുന്നത് കേട്ടോ. ഇനി ഇത് നോക്കാം. ഇത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഫോളോ ചെയ്യുന്നത്. ഇത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഇക്വേഷനിൽ LHSഉം RHSഉം എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണോ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത് അത് തന്നെയായിരിക്കണം ഇപ്പുറത്തെ ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. In this summation I is equal to 1 to n xi minus mu by sigma whole square follows chi-square with n degrees of freedom, and x bar minus mu by sigma by √n whole square follows chi-square with 1 degrees of freedom. And we know that in an equation LHS should be equal to RHS. Therefore, ns square by sigma square plus x bar minus mu by sigma by √n whole square should follow chi-square with n degrees of freedom. Therefore, then that is ns square by sigma square follows, ഇത് chi-square with 1 degrees of freedom ആണ്. ടോട്ടൽ n degrees of freedom ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? chi-square with n minus 1 degrees of freedom ആയിരിക്കും ഫോളോ ചെയ്യുന്നത് ബൈ അഡിക്റ്റീവ് പ്രോപ്പർട്ടി. അഡിക്റ്റീവ് പ്രോപ്പർട്ടി ഓഫ് chi-square. chi-square അഡിക്റ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ആ സം അത് വരണം. അപ്പോൾ നമുക്ക് ns സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ chi-square വിത്ത് n minus 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കിട്ടിയെന്ന് വരുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ PDF എഴുതാം. ദെൻ ദ PDF ഓഫ് ns സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ is എന്തെഴുതാം? f of ns square by sigma square is equal to 1/2 raised to n minus 1/2 divided by n minus 1 ആണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഗാമ n minus 1/2 e raised to minus ns square by 2 sigma square. ns square by sigma square ആണ് നമ്മുടെ വേരിയബിൾ. ദെൻ ns square by sigma square raised to n minus 1/2 minus 1. വേരിയബിൾ എന്താ? 0 less than or equal to ns square by sigma square less than or equal to infinity. അപ്പോൾ ഇതാണ് ns square by sigma സ്ക്വയറിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. നമുക്ക് വേണ്ടത് s സ്ക്വയറിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. We have to find the density function of s സ്ക്വയർ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജാക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് പുട്ട് u is equal to ns സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. then s സ്ക്വയർ എന്തായിരിക്കും? s സ്ക്വയർ is equal to u സിഗ്മ സ്ക്വയർ ബൈ n എന്ന് എഴുതാം. ഇതാണ്. ദെൻ du ബൈ d s സ്ക്വയർ is equal to s സ്ക്വയർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്, വിച്ച് is equal to n ബൈ സിഗ്മ സ്ക്വയർ. അപ്പം ദെൻ therefore f of s സ്ക്വയർ is equal to എന്തായിരിക്കും?
എഫ് ഓഫ് യു ഇൻറ്റു മോഡുലസ് ഓഫ് ഡി യു ബൈ ഡി എസ് സ്ക്വയർ. ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് യു നമുക്കറിയാം, എഴുതാം 1/2 റേസ് ടു n മൈനസ് 1/2 ബൈ ഗാമ n മൈനസ് 1/2 e റേസ് ടു മൈനസ് എൻ എസ് സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ n s square by 2 sigma square all raised to n minus 1/2 minus 1 into Jacobian du by ds square എന്താ n by sigma square. അപ്പോൾ നിങ്ങൾക്കറിയാം n by sigma square ഇവിടെ ഉണ്ട്, n by sigma square ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു -1 പോയിട്ട് n minus 1/2 n by sigma square വരും. ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ n minus 1/2 പവർ വരുന്നത് n ബൈ സിഗ്മ സ്ക്വയർ റേസ് ടു n മൈനസ് 1/2 വരും. ഇവിടെ ഒരു 1/2 റേസ് ടു n മൈനസ് 1/2 ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് എഴുതാം n ബൈ 2 സിഗ്മ സ്ക്വയർ റേസ് ടു n മൈനസ് 1/2 ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് n മൈനസ് 1/2 ദെൻ ഇ റേസ് ടു മൈനസ് എൻ എസ് സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇവിടെ എന്ത് വരും, എസ് സ്ക്വയർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എസ് സ്ക്വയർ റേസ് ടു n മൈനസ് 1/2 മൈനസ് 1. Therefore, the PDF of chi-square is this, 0 less than or equal to s square less than or equal to infinity. അപ്പോൾ ഇതാണ് നമ്മുടെ എസ് സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ല എസ് സ്ക്വയർ സാമ്പിൾസ് വാരിയൻസിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. chi-square ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ദെൻ ഇതിൽ നിന്ന് മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു n മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ വാരിയൻസ് ഓഫ് എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് n മൈനസ് 1 ബൈ n സ്ക്വയർ സിഗ്മ റേസ് ടു 4 എന്നും കിട്ടും. ഇത്രയാണ് പ്രൂഫ്. ഇവിടെ വരെയാണ്. ഇത് തന്നെ മീനും വാരിയൻസും. Okay.